ഈ അഹമ്മദിയ എന്ന് പറയുന്ന സംഭവം ഇന്ത്യൻ പഞ്ചാബ് സൈഡിൽ, അവിടെ മിർസ ഗുലാം അഹമ്മദ് 1835കളിലാണ് ഈ പറയുന്ന അഹമ്മദിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. അതും ഇസ്ലാമിക വിശ്വാസത്തിൽ, അതായത് പ്രോഫറ്റ് മുഹമ്മദിനെ ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രോഫറ്റായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് അഹമ്മദിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. ആ വിശ്വാസത്തിൽ തന്നെയാണ് അവർ പോകുന്നത്. പക്ഷെ ഇന്ത്യ പാക് വിഭജന സമയത്ത് ചരിത്രം അറിഞ്ഞോണം നിങ്ങൾ, ഈ പറയുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന അഹമ്മദിയൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലായിരുന്നു. കാരണം പാകിസ്ഥാനിൽ അവിടെ അത്ര ഇല്ലായിരുന്നു. അതായത് ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരുന്നു ഈ അഹമ്മദിയ കമ്മ്യൂണിറ്റി, അതായത് ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പഞ്ചാബ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പഴയ പഞ്ചാബ് എന്ന് പറയുന്ന ഹരിയാനയും കൂടി ഉൾക്കൊള്ളുന്ന, അപ്പോൾ അവിടെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ളവരെല്ലാം വിഭജന കാലത്ത് മുസ്ലിങ്ങളാണെന്നും പറഞ്ഞ് ഇവർ പഞ്ചാബിൽ പോയി, ഇവിടെ പോയി പാകിസ്ഥാനിൽ പോയി. അപ്പോൾ അവരിവിടെ സെറ്റിലായി. ലാഹോർ, കറാച്ചി, ആ ഭാഗത്ത് ഇവർ സെറ്റിലായി. ആദ്യകാലങ്ങളിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇസ്ലാമിക തീവ്രത കയറി വന്നു. കാരണം പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായിട്ട് അവിടുത്തെ പട്ടാള ഭരണാധികാരി ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നീട് ഇവരെ ഇസ്ലാമായിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഇതിൻ്റെ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പോലും പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ നേരിടുന്നവരാണ് ഈ അഹമ്മദിയ കമ്മ്യൂണിറ്റി.